ഞാനും കുഞ്ഞവറാച്ചനും ഒരു ഇറച്ചിക്കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം 1 കിലോ ഇറച്ചിയേ ഉള്ളായിരുന്നു. അത് കാരണം ഞങ്ങൾ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പൊലിപ്പാകുമല്ലോ. ഞാൻ ഇപ്പോൾ സോങ് ഒന്നും ഇതിനിടുന്നില്ല, കാരണം എന്താണെന്നറിയാം, സോങ് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം കോപ്പിറൈറ്റ് ആവുക. അതുകൊണ്ട് ഞാനൊരു പാട്ടങ്ങ് പാടുക. ഒന്നിന്നി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, നിന്നോമലുറക്കമായി ഉണർത്തരുതേ, നിന്നോമലുറക്കമായി ഉണർത്തരുതേ. കുഞ്ഞവറാനെ, നീ ആരെ നോക്കി കിടക്കുവാടാ മോനാനെ എഴുന്നേക്ക് ബാ, അച്ഛൻ മോനെ ഇറച്ചി ഉണ്ടാക്കാം ബാ. അപ്പോൾ ഉരുളക്കിഴങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബീഫാണെങ്കിൽ കുക്കറിൽ ഇട്ടടിച്ച് അതിൻ്റെ മസാല, ബീഫിനുള്ള മസാല എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ബീഫാണിത് കേട്ടോ. ഇനിയും ഇത് ഒന്നിന്നി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, നിന്നോമലുറക്കമായി ഉണർത്തരുതേ, നിന്നോമലുറക്കമായി ഉണർത്തരുതേ. ഇട്ട് കഴിഞ്ഞാൽ എല്ലാം യൂട്യൂബുമായി കൊണ്ടുപോകാം കേട്ടോ ഫാമിലി ഫ്രണ്ട്സ്. അപ്പോൾ അപ്പം ഇതിനകത്ത് ചേർത്ത മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമല്ല, എല്ലാം യൂട്യൂബിലും ഉള്ളതാണ്. തേങ്ങാക്കൊത്ത്, കൊച്ചുള്ളി, പച്ചമുളക് ഒക്കെ ഇട്ട് എന്നിട്ട് ഉരുളക്കിഴങ്ങും ഇതിനകത്തിടുകയാണ് കേട്ടോ. എന്നിട്ട് അത് ശരിക്കും വഴറ്റണം. 1 കിലോ ഇറച്ചിയുള്ളേ, ഒരു പൊലിപ്പിന് വേണ്ടിയാണ്. ഞാൻ എന്തോ കള്ളത്തരം കാണിച്ചിട്ട് നിൽക്കുവാണ് ഈ ചെറുക്കൻ കേട്ടോ. എന്തോ കുസൃതി കള്ളത്തരം പിന്നെ പിടിച്ചോളാടെ എന്നെ. അപ്പോൾ ആ വഴറ്റി വെച്ച പിന്നെ ഉരുളക്കിഴങ്ങിനകത്ത് ആ വേവിച്ച് വെച്ച ബീഫ് കൂടെ ചേർത്തു കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കിയൊന്നും കാണിക്കുന്നില്ല, കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഈ കുഞ്ഞവറാനൊക്കെ എന്തെങ്കിലും കൊടുത്ത് ഡ്യൂട്ടിക്ക് പോകണം. ഇതിനിയും തിളച്ച് പറ്റിക്കഴിഞ്ഞ് കടുകൂടെ വറക്കും കേട്ടോ. അപ്പോൾ എൻ്റെ മൈ ഫാമിലി ഫ്രണ്ട്സ്, ഇതാണ് ഇന്ന് ഞങ്ങളുടെ ബീഫ് കറി. അപ്പം എൻ്റെ ഫാമിലി ഫ്രണ്ട്സിന് വേണ്ടി ഞാനൊരു ജൂനിയർ യേശുദാസ് ആവേണ്ടിയതായിരുന്നു. എൻ്റെ ഫാമിലി ഫ്രണ്ട്സിന് വേണ്ടി ഒരു പാട്ടൂടെ. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായൊന്നു മാറിയെങ്കിൽ